Good morning and welcome back to Indian Writings in English. Here we have the story Laburnum for My Head, written by Tamsula Au. Now let's recap our memory. Lindina began to show signs of tiredness due to her old age. All through the winter, she was taken care of by the family. When the March came, she expressed the desire to be taken out of the house for a ride. The family was not happy with this, but when she refused to take food, they agreed. After that, twice a week, she was allowed to go for a ride accompanied by a maid. She was happy in these rides. She was mostly silent during the rides. In the month of May, her outings became more frequent. She seemed to expect that this May the tree will be in full bloom. അപ്പോൾ നമ്മുടെ ലെൻഡീന ഭയങ്കരമായിട്ട് ക്ഷീണിതയായിട്ടുണ്ട്, ഓൾഡ് ഏജോ ആയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് വിൻ്ററൊക്കെ ആകുമ്പോൾ ഫാമിലിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. കാരണം ഈ ഒരു വിൻ്റർ അവൾ മറികടന്ന് പോവില്ല എന്ന് തന്നെ ഫാമിലിക്ക് തോന്നാറുണ്ട്. പക്ഷേ നെക്സ്റ്റ് മാർച്ച് ആകുമ്പോൾ റിക്കവർ ആവുകയാണ് ചെയ്യുക. അങ്ങനെ ഈ ഒരു പുതിയ മാർച്ച് വന്ന സമയത്ത് ലെൻഡീനക്ക് പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. വീട്ടുകാരതിന് വിസമ്മതിച്ചു. പക്ഷേ അവൾ ഫുഡ് കഴിക്കൂല എന്നൊക്കെ പറഞ്ഞപ്പം വീട്ടുകാരത് എഗ്രി ചെയ്തു. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ലെൻഡിനെയും കൂട്ടി മെയ്ഡിൻ്റെ കൂടെ പുറത്ത് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നീട് ആ സന്തോഷം കുറഞ്ഞു തുടങ്ങി. യാത്ര പോകാനുള്ള ആഗ്രഹങ്ങൾ ഇല്ലാണ്ടായി. പക്ഷേ എപ്പോഴൊരു സൈലൻ്റ് മൂഡ് ചെറുതായിട്ടൊന്ന് മാറി. ആക്ച്വലി എന്തായിരിക്കും നമ്മുടെ ലെൻഡീനയുടെ മനസ്സിലുണ്ടാവുക? ഈ ഒരു മെയ് ആവുമ്പോൾ ഷീ എക്സ്പെക്ട് ദിസ് മെയ് ദ ട്രീ വിൽ ബി ഇൻ ഫുൾ ബ്ലൂം. ആ ഒരു പ്രതീക്ഷയാണ് മനസ്സിൽ. ഈ ഒരു മെയ് ആവുമ്പം എൻ്റെ ട്രീസ് ഫുൾ ബ്ലൂമായിട്ട് പുഷ്പിക്കുന്നത് കാണണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു ലെൻഡീനക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. Now let's move to the next paragraph. And then one day late into the month, on this daily excursion to the cemetery, Babu discovered the miracle that they had been praying for. The little laburnum tree was awash with buttery yellow blossoms. The unflappable driver gave a shout of joy and darted away, heading to his mistress with the wonderful news. On his way, he rehearsed how he was going to break the news to her. He cautioned himself that he should do it gently so that his dear mistress would not get too excited. When he reached the house, he walked slowly to the lady's room and knocked gently. To this surprise, he heard a sharp command, "Come in, Babu. I have been waiting for you." He entered and started to speak, but cut him off. "I know what you are going to tell me. I felt it in my bones." He saw that Lendina was dressed as if for a grand occasion, and standing by her side was the maid, also dressed. The old lady fumbled for her walking stick and said impatiently, "Let's go. What are you waiting for?" അപ്പോൾ ഇവിടെ ബാബു പ്രതീക്ഷിക്കാതെ ബാബു ഭയങ്കര ഇതിലിത് പറയാൻ പോവാണ്. ഇത് ബാബു തന്നെ ആദ്യമായിട്ട് കാണുക. പക്ഷെ അതിൻ്റെ മുന്നേ ലെൻഡീനക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ദിവസം ലാസ്റ്റ് മന്തിലാണ് സാധാരണ അവിടെ അന്വേഷിക്കാൻ പോവാറുള്ളത്, കാണാനൊക്കെ പോവാം. ആ സമയത്ത് ലാസ്റ്റ് മന്തിൽ ഒരു ദിവസം അല്ലേ, ഓൺ ഹിസ് ഡെയിലി എക്സ്കേർഷൻ എന്നും പോണ പോലെ തന്നെ ആ സെമെട്രിയിൽ ബാബു കണ്ടൊരു മിറാക്കിൾ ഉണ്ട്. എന്താണ്? ദേ ഹാഡ് ബീൻ പ്രേയിങ് ഫോർ. ലെൻഡീനയുടെ പ്രാർത്ഥന അത് എന്താണ്? സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അല്ലേ. ദ ലിറ്റിൽ ലാബേണൻ ട്രീസ് വാസ് അവാഷ് വിത്ത് ബട്ടറി യെല്ലോ ബ്ലോസംസ്. ഈ ചെറിയ ലാബേണൻ ട്രീസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ബട്ടറി, വെണ്ണ, യെല്ലോ ബ്ലോസംസ്, വെണ്ണ നിറത്തിലുള്ള വെണ്ണയുടെ തിളക്കമുള്ള ലാബേണം ട്രീസ് ഇങ്ങനെ ഫ്ലവറിങ് ബ്ലോസം ചെയ്തിരിക്കുകയാണ്. ദ അൺഫ്ലാപ്പബിൾ ഡ്രൈവർ ഗേവ് എ ഷോട്ട് ഓഫ് ജോയ് ആൻഡ് ഡാർട്ടഡ് അവേ. അങ്ങനെ പെട്ടെന്നില്ലേ, ഡാർട്ടഡ് അവേ മീൻസ് ഒരു ക്വിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ്. ഈ ഡ്രൈവർ പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് അങ്ങോട്ട് ഷൗട്ടായിട്ട് ഡാർട്ടഡ് അവേ, ഒരു ക്വിക്ക് മൂവ്മെൻറ്റ്, വേഗം വീട്ടിലെത്തണം, ഇത് ലെൻഡീനൻ്റെ അടുത്ത് പറയണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വരികയാണ്. ഹെഡിങ് ടു ദ മിസ്ട്രസ് വിത്ത് ദ വണ്ടർഫുൾ ന്യൂസ്. ഈ ഒരു വണ്ടർഫുൾ ന്യൂസ് ലെൻഡീനൻ്റെ അടുത്ത് പറയണം എന്നാണ് ഫസ്റ്റ് തന്നെ ചിന്തിച്ചത്.
But on his way, he rehearsed how he was going to break the news to her. പോണ വഴിക്കൊക്കെ അങ്ങനെ ആലോചിക്കാൻ റിഹേഴ്സൽ ചെയ്ത് നോക്കുകയാണ്, എങ്ങനെ ഞാൻ ഈ കാര്യം പറയും, ലെൻറ്റീനൻ്റെ അടുത്ത് ഈ അവതരിപ്പിക്കുന്ന രീതി റിഹേഴ്സ് ചെയ്ത് നോക്കുകയാണ്. ഹി ക്വസ്റ്റൻഡ് ഹിംസെൽഫ് ദാറ്റ് ഹി കുഡ് ഡു ഇറ്റ് ജെൻറ്റിലി. അങ്ങനെ അയാളെന്നെ ഉറപ്പിക്കുകയാണ്, ജെൻറ്റിലായിട്ട് മെല്ലെ അങ്ങനെ കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുകയാണ്. സോ ദാറ്റ് ഹിസ് ഡിയർ മിസ്ട്രസ് വുഡ് നോട്ട് ഗെറ്റ് ടു എക്സൈറ്റഡ്. പക്ഷേ മിസ്ട്രസിന് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. കാരണം ആക്ച്വലി ഇത് ബോൺസിൽ തന്നെ എനിക്കറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. വെൻ ഹി റീച്ച്ഡ് ദ ഹൗസ് he walked slowly to the ladies' room and knocked gently. അങ്ങനെ മെല്ലെ ലെൻറ്റീനൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് വന്നു, ഡോറിന് മെല്ലെ ജെൻറ്റിലായിട്ടൊന്ന് മുട്ടി. ടു ഹിസ് സർപ്രൈസ് ഹി ഹേർഡ് ഷാർപ്പ് കമാൻഡ്. അങ്ങനെ അദ്ദേഹത്തിന് ലെൻറ്റീന അങ്ങോട്ട് വിളിക്കുക ചെയ്തത്, കം ഹിയർ ബാബു, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് യു. ഞാൻ എത്ര സമയമായി ബാബു നിന്നെ വെയിറ്റ് ചെയ്യുന്നു. ഹി എൻറ്റേർഡ് ആൻഡ് സ്റ്റാർട്ടഡ് ടു സ്പീക്ക്. അങ്ങനെ ബാബു അങ്ങോട്ട് കയറി സംസാരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ലാബേണൻ ട്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുക. പക്ഷേ ഷീ കട്ട് ഓഫ്. അവൾ അതങ്ങോട്ട് നിർത്തിയിട്ട് പറയണേ, ഐ നോ വാട്ട് യു ആർ ഗോയിങ് ടു ടെൽ മീ. എനിക്കറിയാം നീ എന്താണ് എൻ്റെ അടുത്ത് പറയാൻ പോകുന്നതെന്ന്. ഐ ഫെൽറ്റ് ഇറ്റ് ഇൻ മൈ ബോൺസ്. ഇതൊക്കെ എനിക്കിതൊക്കെ എൻ്റെ എല്ലുകളിൽ, എൻ്റെ ബോണുകളിൽ തന്നെ എനിക്കിതൊക്കെ ഫീലിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി എന്താണ് ആ തോട്ടത്തിൽ ഞാൻ വാങ്ങിയ പ്ലോട്ടിൽ, ആ ന്യൂ സെമെട്രിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മാറ്റങ്ങൾ, അതിനനുസരിച്ച് എൻ്റെ ലൈഫിൻ്റെ ചേഞ്ചസ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ സോ ദാറ്റ് Lentina was dressed as if for a grand occasion and standing by her side was the maid. അപ്പോൾ ലെൻറ്റീന ആക്ച്വലി റെഡി ആയിരിക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൂടെ മെയ്ഡും ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ദ ഓൾഡ് ലേഡി ഫംബിൾഡ് ഫോർ ഹർ വാക്കിംഗ് സ്റ്റിക്ക് ആൻഡ് സെഡ് ഇംപേഷ്യൻ്റ്ലി. എന്നിട്ട് പെട്ടെന്ന് ആ മറ്റേ വാക്കിംഗ് സ്റ്റിക്കൊക്കെ എടുത്തിട്ട് പറയാണ്, എന്തിനാ ഇനി വെയിറ്റ് ചെയ്യണതില്ലേ, ലെറ്റ്സ് ഗോ, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ. എന്താ നിങ്ങൾ വെയിറ്റ് ചെയ്യണത്, വാ നമുക്ക് പോവാം. ബാബുവിന് കാര്യമൊന്നും പറയേണ്ട ആവശ്യം വന്നില്ല. ആക്ച്വലി എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അറ്റ് പ്രസൻറ്റ് ഡീറ്റെയിൽസ് പോലും നമ്മുടെ ലെൻറ്റീനക്ക് മനസ്സിലേക്ക് അതിൻ്റെ ഒരു വെളിപാട് കിട്ടുന്നുണ്ടായിരിക്കാം അല്ലേ. ആ ഒരു വെളിപാടിലൂടെ കാര്യം അറിഞ്ഞത് കൊണ്ട് തന്നെ ബാബു എന്തായിരിക്കും പറയാൻ വരുന്നത് എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ നമ്മുടെ ലെൻറ്റീനക്ക് ഉണ്ടായത് കൊണ്ടാവാം ലെൻറ്റീന ഓൾറെഡി ഡ്രസ്സ്ഡ് ആണ്, വെൽ ഡ്രസ്സ്ഡ് ആണ് അല്ലേ. നമുക്ക് എന്താണ് ഈ പാരഗ്രാഫ് നിന്നിട്ട് നോക്കാം. One day Babu saw that the whole tree was covered with laburnum flowers. Babu was very happy and was now ready to tell this happy news to his mistress. When he reached when he when he reached the house, he was surprised that she was waiting for him. She said, "Coming, Babu, I have been waiting for you." She said that she knew what he was going to tell her. She felt that this is going to happen. He saw that Lentina and the maid was already dressed to go out. She looked the walking stick and said impatiently, "Let's go. What are you waiting for?" നമുക്ക് പോകാം എന്ന് ലെൻറ്റീന ഇങ്ങോട്ട് പറയാനുണ്ടായത്. അത് ബാബുവിനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. Now let's move to the next paragraph. The bewildered driver and slightly dazed maid followed the old lady, who suddenly seemed to have a spring in her walk, and proceeded to their apparently routine outing. But only Lentina and Babu knew what this phenomenon signified. Once they reached the site, Lentina withdrew into a more somber mood, as did Babu. Only the maid exclaimed at the sight of the luxuriant blossoms onto a small tree. Lentina gazed at the flowers for a long time and, sighing deeply, told Babu to drive the park, located about 4 kilometers from the town, and was the highest point from where the entire town could be seen. It was a popular picnic spot and was full of people at weekend. When they reached the peak, they found that not many people were around because it was weekday. Choosing quiet corner, Lentina and maid sat down to rest. The maid had packed some biscuits and flask of tea, which the three of them shared. After about a half of an hour, they drove back home. As she entered the room, Lentina turned to her maid and Babu and shook their hands, murmuring, താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് എന്താണ് നോക്കാം.
The bewildered driver and slightly dazed maid followed the old lady, who suddenly seemed to have a spring in her walk. അപ്പോൾ എന്താണ് സംഭവിച്ചത് അറിയോ? ഡ്രൈവർ ഇങ്ങനെ ബാബു ഭയങ്കര അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ലെൻറ്റീനൻ്റെ അടുത്ത് കാര്യം പറയാൻ വന്നപ്പോഴേക്കും ലെൻറ്റീന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ബാബുവിനെ. അപ്പോൾ അത്ഭുതത്തോടെ ഡ്രൈവറും സ്ലൈറ്റ്ലി ഡേയ്സ്ഡ് മെയ്ഡ് പറഞ്ഞാൽ പകുതി ഉറങ്ങിയ മെയ്ഡും നമ്മുടെ ലേഡിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ നല്ല ഉഷാറിലായിരുന്നു നമ്മുടെ ലെൻറ്റീനൻ്റെ യാത്ര അല്ലേ. ആൻഡ് പ്രൊസീഡഡ് ഓൺ ദെയർ അപ്പാരൻലി റൂട്ടീൻ. അങ്ങനെ സാധാരണ പോലെയുള്ള റൂട്ടീന് പോലെ തന്നെ അവർ പുറത്തിറങ്ങി. പക്ഷേ ലെൻറ്റീനക്കും ബാബുവിനും മാത്രമേ അറിയാവുന്നുള്ളൂ എന്താണ് ഇതിൻ്റെ ഈ ഒരു ഫിനോമിനൻ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്നുള്ള ഇവർക്ക് മാത്രമേ അറിയുന്നുള്ളൂ. വൺസ് ദേ റീച്ച്ഡ് ദ സൈറ്റ്. അങ്ങനെ ഇവർ ഒരിക്കൽ സൈറ്റിലെത്തിയ സമയത്ത് വിഡ്രോ ഇൻ മോർ സോംബർ മൂഡ്. ഈ ഒരു സമയത്ത് ഇവർ സൈറ്റിലെത്തിയ സമയത്ത് ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു മൂഡിലാണ് ലെൻറ്റീന കയറിയത് സൈറ്റിലേക്ക്. ആസ് ഡിഡ് ബാബു. ഓൺലി ദ മെയ്ഡ് എക്സ്ക്ലെയിംഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ ലക്ഷൂറിയൻ്റ് ബ്ലോസംസ് ഓൺ സോ സ്മാൾ ട്രീ. അങ്ങനെ ഈ ചെറിയ മരത്തിൽ ഇതുണ്ടായിരിക്കുന്നത് കണ്ടിട്ട് ബാബുവും മെയ്ഡിനു മാത്രമാണ് എക്സ്ക്ലമേഷൻ അല്ലെ അത്ഭുതം തോന്നിയത് ഈ ലക്ഷൂറിയൻ്റ് ബ്ലോസംസ് ഈ മരത്തിൽ കണ്ട സമയത്ത്. ലെൻറ്റീന ഗേസ്ഡ് അറ്റ് ദ ഫ്ലവേഴ്സ് ഫോർ എ ലോങ് ടൈം ആൻഡ് സൈൻ ഡീപ്ലി. ലെൻറ്റീന ഇവരിങ്ങനെ അത്ഭുതമൊക്കെ പറയുന്ന സമയത്തും വാട്ട് വാസ് ലെൻറ്റീന ഡൂയിങ്, എന്താ ചെയ്യുന്നത്? അങ്ങനെ ഭയങ്കര നെടുവീർപ്പോട് കൂടിയിട്ട് അവിടെ ഫ്ലവേഴ്സിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തുറിച്ച് നോക്കിയിട്ട് ഇങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. നെടുവീർപ്പ് മീൻസ് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടോൾഡ് ബാബു ടു ഡ്രൈവ് ടു ദ പാർക്ക് ലൊക്കേറ്റഡ് അബൌട്ട് 4 kilometers ഫ്രം ദ ടൗൺ ആൻഡ് വാസ് ദ ഹയസ്റ്റ് പോയിന്റ് ഫ്രം വേർ ദ എൻ്റയർ ടൗൺ കുഡ് ബി സീൻ. അങ്ങനെ പട്ടണത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ളൊരു പാർക്കിലേക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാബുവിനോട് നമ്മുടെ ലെൻറ്റീന ആവശ്യപ്പെടുകയാണ്. എന്താണ് അവിടെ നിന്ന് കാണാൻ പറ്റുക? പട്ടണത്തിൻ്റെ എൻ്റയർ ടൗൺ കുഡ് ബി സീൻ ഫ്രം ദർ അല്ലേ. ഫ്രം ദാറ്റ് പാർക്ക് വി ക്യാൻ സീ ദ എൻ്റയർ ടൗൺ അല്ലേ, നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് വാസ് എ പോപ്പുലർ പിക്നിക് സ്പോട്ട് ആൻഡ് വാസ് ഫുൾ ഓഫ് പീപ്പിൾ അറ്റ് വീക്കെൻഡ്. ഇത് നല്ലൊരു പിക്നിക്കിൻ്റെ സ്ഥലമാണ്, വീക്കെൻഡിൽ നിറയെ ആളുകൾ അവിടെ ഉണ്ടാവും അല്ലേ. വെൻ ദേ റീച്ച്ഡ് ദ പീക്ക് ദേ ഫൗണ്ട് ദാറ്റ് നോട്ട് മെനി പീപ്പിൾ വെർ അറൗണ്ട് ബിക്കോസ് ഇറ്റ് വാസ് വീക്ക് ഡേ. പക്ഷേ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട്, വീക്കെൻഡ് അല്ല, വീക്കിലൊരു ഡേ ആയതുകൊണ്ട് ഇന്ന് മേ ബി ആളുകൾ കുറവാണ്. ചൂസിങ് എ ക്വയറ്റ് കോർണർ, ശാന്തമായിട്ടുള്ളൊരു കോർണർ ലെൻറ്റീനയും മെയ്ഡും കൂടെ തിരഞ്ഞെടുത്തിട്ട് അവരവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. ദ മെയ്ഡ് ഹാഡ് പാക്ക്ഡ്. പിന്നീട് മെയ്ഡ് കുറച്ച് ബിസ്ക്കറ്റ്സും ഫ്ലാസ്കിൽ ചായയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതവർ ത്രീ ഓഫ് ദം ഷെയർഡ്. ആഫ്റ്റർ അബൌട്ട് ഹാഫ് ഓഫ് ആൻ അവർ ദേ ഡ്രോവ് ബാക്ക് ഹോം. ആസ് ഷീ എൻറ്റേർഡ് ഹെർ റൂം ലെൻറ്റീന ടേൺ ടു ഹെർ മെയ്ഡ് ആൻഡ് ബാബു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ബാബുവിൻ്റെ അടുത്തും മേഡിൻ്റെ അടുത്തും ലെൻറ്റീന 2 വാക്കുകൾ മാത്രം സംസാരിച്ചിട്ടു അകത്തേക്ക് പോവാണ്. എന്തോ മർമർ ചെയ്തുകൊണ്ട്. എന്തായിരുന്നു മർമർ ചെയ്തിട്ടുണ്ടാവുക? താങ്ക് യു ലെൻറ്റീന ആൻഡ് ബാബു, ഗോഡ് ബ്ലസ് യു ടു അല്ലേ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്നാണ് ലെൻറ്റീന അവരടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്താണ് ആ ഒരു അവർ പുറത്തിറങ്ങിയ സമയത്ത് ലെൻറ്റീന ആദ്യ ഡ്രസ്സൊക്കെ ചെയ്ത് അവർ പുറത്തിറങ്ങിയ സമയത്ത് എന്താണ് അവിടെ കണ്ട കാഴ്ച? നമുക്ക് ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ച പാരഗ്രാഫ് തന്നെയാണ് കേട്ടോ സമ്മറൈസ് ചെയ്യുന്നത്. വെൻ ഷീ റീച്ച്ഡ് ദ സെമെട്രി ആൻഡ് സോ ദ ഫുൾ ട്രീ in full bloom അല്ലേ, she became very serious. She looked at it for a very long time, then asked Babu to drive her to the park in the town. അങ്ങനെ അവർ ലെൻറ്റീന, മെയ്ഡ്, ബാബു അവരൊക്കെ സാറ്റ് ടുഗദർ ഫോർ എ വൈൽ ആൻഡ് ടേക്ക് സം ടീസ് ആൻഡ് സ്നാക്സ് ടുഗദർ. ആഫ്റ്റർ ഹാഫ് ഓഫ് ആൻ അവർ ദേ റിട്ടേൺഡ് ഹോം. വെൻ ഷീ എൻറ്റേർഡ് ഹെർ റൂം റിട്ടേൺ ആൻഡ് ഷൂക്ക് ദ ഹാൻഡ്സ് ഓഫ് മെയ്ഡ് ആൻഡ് ബാബു. കയ്യിലിങ്ങനെ പിടിച്ചിട്ട് അവരോട് ഇങ്ങനെ മർമർ ചെയ്തു. താങ്ക് യു ബാബു ആൻഡ് മെയ്ഡ്, താങ്ക് യു, ഗോഡ് ബ്ലസ് യു അല്ലേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെൻറ്റീന അകത്തേക്ക് കയറാണ്. Now let's move to the next paragraph. Lentina stayed in her room for most of the week. She turned down suggestions of any further outings and busied herself with
tidying up her room, even refusing help from the maid. On the fifth day of the self-imposed isolation, she called the maid and asked her to help her with her bath and to dress her in her favorite outfit. Having done that, she ordered the maid to bring her some food as she wanted an early dinner. The maid did as she was told and bade her mistress an early good night before retiring to her own quarters. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ലെൻറ്റീന ഇവരെടുത്ത് ചെറുതായിട്ട് കാര്യങ്ങളിലെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, അകത്തേക്ക് പോവാണ്. പിന്നീടുള്ള നെക്സ്റ്റ് വീക്ക് ഷീ ഡിഡിൻറ്റ് ഗോ എനിവർ. ഷീ സ്പെൻഡ് ദ ഹോൾ ടൈം ഇൻ ഹർ റൂം. ആഫ്റ്റർ 5 days ഷീ ആസ്ക്ഡ് ദ മെയ്ഡ് ടു ഹെൽപ്പ് ഹർ വിത്ത് ഹർ ബാത്ത് ആൻഡ് ഡ്രസ് ഹർ ഇൻ ഹർ ഫേവറേറ്റ് ഡ്രസ്സ്. നോക്കൂ, കുറച്ച് ദിവസം ലെൻറ്റീന പുറത്തേക്കേ പോയില്ല അല്ലേ. അവൾക്കൊരു സജഷൻസും ഔട്ടിങ്ങിനെ കുറിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഓൺ ദി ഫിഫ്ത്ത് ഡേ, അഞ്ചാമത്തെ ദിവസം, 4 ദിവസം എവിടെയും പോയില്ല അല്ലേ. മെയ്ഡിൻ്റെ ഹെൽപ്പും വാങ്ങിയില്ല. ടൈഡിയിങ് അപ്പ് ഹർ റൂം, അവൾ തന്നെ ടൈഡിയിങ് അല്ലേ, അവൾ തന്നെ വൃത്തിയാക്കി. ഈവൻ റെഫ്യൂസിങ് ഫ്രം ദ ഹെൽപ്പ് ഓഫ് മെയ്ഡ് അല്ലേ, മെയ്ഡിൻ്റെ ഹെൽപ്പൊന്നും വാങ്ങിയില്ല. പിന്നെ ഓൺ ദ ഫിഫ്ത്ത് ഡേ ഓഫ് ദി സെൽഫ് ഇമ്പോസ്ഡ് ഐസൊലേഷൻ, ഒറ്റക്ക് തന്നെ അവൾ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഒരു ദിവസം ഷീ കാൾ ദ മെയ്ഡ് ആൻഡ് ആസ്ക്ഡ് ഹർ ടു ഹെൽപ്പ് ഹർ വിത്ത് ഹർ ബാത്ത് ആൻഡ് ഡ്രസ് അപ്പ് ഇൻ ദ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവളുടെ ഡ്രസ്സ് അവൾക്ക് ധരിപ്പിച്ചു കൊടുക്കാനും അവളെ കുളിപ്പിക്കാനും വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ലെൻറ്റീന. ഹാവിങ് ഡൺ ദാറ്റ് ഷീ ഓർഡർ ദ മെയ്ഡ് ടു ബ്രിങ് ഹർ സം ഫുഡ്. അത് ചെയ്തതിന് ശേഷം കുറച്ച് ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനിന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുകയാണ്, കുറച്ച് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ മെയ്ഡ് അതും ചെയ്തു. ഷീ വാസ് ടോൾഡ് ആൻഡ് ബെയ്ഡ് ഹർ മിസ്ട്രസ് ആൻ ഏർലി ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മുടെ മെയ്ഡ് നേരത്തെ അന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് മെയ്ഡ് അവളുടെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന മുന്നേ തന്നെ അവൾക്ക് ഫെയർവെല്ലൊക്കെ കൊടുത്തു, മെയ്ഡ് കൊടുത്തു അല്ലേ. ബെയ്ഡ് ഹർ മിസ്ട്രസ് ആൻഡ് ഏർലി ഗുഡ് നൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അവൾ വേഗം കിടന്നുറങ്ങാൻ പോവാണ് എന്ന് ചുരുക്കം. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് വീക്കായപ്പോൾ എവിടെയും പോയിട്ടില്ല അവർ അല്ലേ. ഷീ ഹാഡ് ആൻ ഏർലി ഡിന്നർ ആൻഡ് സെഡ് ഗുഡ് ബൈ ടു ദി മെയ്ഡ്. ദ നെക്സ്റ്റ് മോർണിംഗ് ഷീ വാസ് ഫൗണ്ട് ഡെഡ്. അതാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. നെക്സ്റ്റ് മോർണിംഗിൽ എന്താ സംഭവിക്കാൻ പോണത് നോക്കൂ. അവൾ ആ രീതിയിൽ കിടന്നുറങ്ങിയത് എന്തോ ഒരു സംതിങ് സിഗ്നൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഭക്ഷണം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിച്ചത്. എന്നാലും ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ ചെയ്യാൻ പോകണം നമുക്ക് നോക്കാം. The next morning, when she knocked on Lentina's door with the morning tea, there was no answer. She knocked again, but only silence greeted her. She entered the room and found Lentina stretched on the bed. She seemed to be sleeping soundly. Putting the tray on the bedside table, the maid said gently, "Madam, I have brought tea." She went and drew the curtains as usual, but when she came near the bed, she noticed a certain stiffness in her body and unusual pallor on the old lady's face. Distinctly alarmed, she went out and urgently called the doctor, ഡോക്ടേഴ്സിനെ അല്ല, മറ്റുള്ളവരെയൊക്കെ വിളിച്ചു, മക്കളെ വിളിച്ചു, അവരുടെ വൈഫിനെ വിളിച്ചു. ഓൾ ദ സെർവൻസ്, ദേ ഓൾ കെയിം റെഫ്യൂസിങ് എക്സെപ്റ്റ് ബാബു, ഹൂ സ്റ്റുഡ് നിയർ ദ പോസ്റ്റ് ക്രൈങ് ലൈക്ക് എ ബേബി. ദേ എൻറ്റേർഡ് ദ റൂം. അങ്ങനെ നെക്സ്റ്റ് രാവിലെ എന്താ സംഭവിച്ചത് നോക്കൂ. നമ്മുടെ മെയ്ഡ് വന്നിട്ട് പുറത്ത് മുട്ടി അല്ലേ. ഓൺ ലെൻറ്റീനാസ് ഡോർ വിത്ത് ദ നെക്സ്റ്റ് മോർണിംഗ് ടീ കൊണ്ടിട്ടാണ് വന്നത്. ദർ വാസ് നോ ആൻസർ. പക്ഷേ മാഡത്തിനെ വിളിച്ചിട്ട് ഒരു ആൻസറും ഇല്ലായിരുന്നു. ഷീ നോക്ക്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, ബട്ട് ഓൺലി സൈലൻസ് ഗ്രീറ്റഡ് ഹർ. പക്ഷേ സൈലൻസ്, നിശബ്ദത മാത്രമാണ് അവളെ ഗ്രീറ്റ് ചെയ്തത്. ഷീ എൻറ്റേർഡ് ദ റൂം ആൻഡ് ഫൗണ്ട് ലെൻറ്റീന സ്ട്രെച്ച്ഡ് ഓൺ ദ ബെഡ്. ഷീ സീംഡ് ടു ബി സ്ലീപ്പിംഗ് സൗണ്ട്ലി. നല്ല നീണ്ടു നിവർന്ന് കിടക്കുക എന്ന് പറയില്ല, ആ രീതിയിലാണ് ബെഡിൽ കിടക്കുന്നത്. അപ്പോൾ മെയ്ഡിനെ തോന്നി നല്ല സൗണ്ട് സ്ലീപ്പാണ്, നന്നായിട്ട് ഉറങ്ങുകയാണ് എന്നാണ് ഫസ്റ്റ് ഫീൽ ചെയ്തത്. പുട്ടിങ് ദ ട്രേ ഓൺ ബെഡ് സൈഡ് ടേബിൾ, ദ മെയ്ഡ്
സെഡ് ജെന്റിലി. മാഡം, ഐ ഹാവ് ബ്രോട്ട് ടീ. ല്ലേ മാഡം എന്ന് വിളിച്ചിട്ട് ആ സൈഡിൻ്റെ കട്ടിലിൻ്റെ സൈഡ് ടേബിളിലേക്ക് നിന്നിട്ട് ചായ അവിടെ വെച്ചിട്ട് വിളിക്കുകയാണ്. മാഡം, ഐ ബ്രോട്ട് ടീ ഫോർ യു. ഷീ വെൻറ്റ് ആൻഡ് ഡ്രീവ് ദ കർട്ടൈൻസ് ആസ് യൂഷ്വൽ, ബട്ട് വെൻ ഷീ കെയിം നിയർ ദ ബെഡ് ഷീ നോട്ടീസ്ഡ് എ സർട്ടൈൻ സ്റ്റിഫ്നെസ് ഇൻ ദ ബോഡി. അങ്ങനെ കർട്ടനൊക്കെ എന്നും ചെയ്യുന്ന പോലെ തന്നെ നീക്കി. ആ സമയത്ത് ബോഡിക്ക് എന്തോ ഒരു സ്റ്റിഫ്നെസ്, ഇല്ലേ, ഒരു ഇതുണ്ടാവില്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിറങ്ങേൽക്കുക എന്ന് പറയില്ല, ആ ഒരു രീതിയിലൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്തു ബോഡിക്ക്. ആൻഡ് ആസ് ആൻ അൺയൂഷ്വൽ പാലർ ഓൺ ദി ലേഡീസ് ഫേസ്. പക്ഷേ മുഖത്ത് നല്ല തെളിവില്ലേ, ആ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു പാലർ, ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടി, ഒരു നല്ല തെളിവുണ്ട് മുഖം എന്ന് പറയില്ലേ, അതുപോലുള്ള ആ ഒരു തെളിവ് നമ്മുടെ മെയ്ഡിന് ഫീൽ ചെയ്തു. ഡിസ്റ്റിങ്ക്റ്റ്ലി അലാംഡ് ഷീ വെൻറ്റ് ഔട്ട് ആൻഡ് അർജൻറ്റ്ലി കാൾഡ് ദി അതേഴ്സ്, സൺസ്, ദെയർ വൈഫ്സ് ആൻഡ് ഓൾ ദി സെർവൻസ്. അങ്ങനെ മെയ്ഡിന് ഭയങ്കരമായിട്ട് ഒരു വ്യത്യസ്തത തോന്നിയിട്ട് തന്നെ എല്ലാവരും വിളിച്ചു, അല്ലേ, മക്കളെയും മരുമക്കളെയും സെർവൻറ്റിനെയൊക്കെ വിളിച്ചു. പക്ഷേ ഒരാൾ മാത്രം വന്നില്ല. ആര്? ബാബു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ബാബുവിന് ഓൾറെഡി നോസ് ദീസ് തിങ്സ്, അല്ലേ, ബാബുവിന് ആദ്യം അറിയാം. അതുകൊണ്ടാണ് അത്രയും കാലം ലാബേണൺ ട്രീസ് ഫ്ലവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ബാബു ലെൻറ്റീനൻ്റെ അടുത്ത് പറയാതിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ലെൻറ്റീനൻ്റെ മരണസമയം ആവും എന്ന് ബാബുവിന് തോന്നിയിട്ടുണ്ടായിരുന്നു, അല്ലേ. ഓൾ കെയിം റഷിങ് എക്സെപ്റ്റ് ബാബു. ബാബു ഒഴികെ എല്ലാവരും തിക്കി തിരക്കി റഷ്ഡിലെ തള്ളിക്കേറി വന്നു. ഹൂ ഷുഡ് നിയർ ദ പോസ്റ്റ്. അയാൾ മാത്രം ആ തൂണിൽ ചാരി നിന്നു. ക്രൈങ് ലൈക്ക് എ ബേബി. കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ട്. ദേ എൻറ്റേർഡ് ദ റൂം. അങ്ങനെ അവർ റൂമിലേക്ക് കയറി, അല്ലേ. ദേ എൻറ്റേർഡ് ദ റൂം. ദ എൽഡർ സൺ ബെൻഡ് ക്ലോസർ ടു ഡിറ്റർമിൻ ഇൻ ദിസ് മദർ വാസ് ബ്രീത്തിങ്. ഹി സ്ട്രൈറ്റൻഡ് അപ്പ് വിത്ത് എ ഷാർപ്ലി ഡ്രോൺ ബ്രീത്ത് ആൻഡ് ഷൂക്ക് ഹിസ് ഹെഡ്. വെൻ ദ ഡോക്ടർ കെയിം he pronounced that Lentina, the mistress of the house, had died in her sleep. So ends the story of the undramatic life of ordinary woman who cherished one single passionate wish, that a humble laburnum tree should bloom once a year on her crown. And every May this extraordinary wish she fulfilled when the laburnum tree, planted on her gravesite in the new cemetery of the sleepy little town, burst forth in all its glory and buttery yellow splendor. നോക്ക്, എല്ലാവരും റൂമിലേക്ക് കയറിയിട്ട് എന്താ സംഭവിച്ചത്? അമ്മ ശ്വസിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഈ സ്ട്രൈറ്റൻഡ് അപ്പ് വിത്ത് ഷാർപ്ലി ഡ്രോൺ ബ്രീത്ത് ആൻഡ് ഷൂക്ക് ഹിസ് ഹെഡ്. തല ഇങ്ങനെ കുലുക്കി നോക്കിയില്ലേ. പക്ഷേ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തുള്ള ഈ മിസ്ട്രസ്, നമ്മുടെ ലെൻറ്റീന, ഉറക്കത്തിൽ മരിച്ചു പോയിട്ടുണ്ട്, അല്ലേ. സോ എൻഡ് ദ സ്റ്റോറി. അവളുടെ ആ ഒരു അൺഡ്രമാറ്റിക് ലൈഫ്, ഒരു സാധാരണ സ്ത്രീയുടെ നാടകീയമല്ലാത്ത ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു, അല്ലേ. ഹൂ ചെറിഷ്ഡ് വൺ single passionate wish that humble laburnum tree should bloom once a year on her crown. അവൾക്ക് കിരീടമായിട്ട് ലാബേണൺ ട്രീസ് പടർന്ന് പന്തലിച്ച് പൂക്കൾ ഉണ്ടാവണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. കാരണം അവൾ ലാബേണൺ ട്രീസിൻ്റെ അടിയിലാണ് ബറി ചെയ്യാൻ പോകുന്നത്. അവിടെ ബറി ചെയ്താൽ എല്ലാ മേലും അവൾക്ക് ക്രൗണായിട്ട് യെല്ലോ വണ്ടർ വരണം എന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. ആൻഡ് എവരി മേ ദിസ് എക്സ്ട്രാഓർഡിനറി വിഷ് ഈസ് ഫുൾഫിൽഡ് വെൻ ദ ലാബേണൺ ട്രീ പ്ലാന്റഡ് ഓൺ ഹർ ഗ്രേവ് സൈറ്റ് in the new cemetery of the sleepy little town. ആ ഒരു ലിറ്റിൽ സ്ലീപ്പി ടൗണിൻ്റെ ഒരു സൈഡിലായിട്ട് ലാബേണൺ ട്രീ പടർന്ന് പന്തലിച്ച് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. burst forth in all the glories of the buttery yellow splendor. ഈ ബട്ടറി യെല്ലോ സ്പ്ലെൻഡർ മീൻസ് എന്താണ്? വെണ്ണ കലർന്ന യെല്ലോ നിറത്തിലുള്ള ഫ്ലവേഴ്സാണ്. ആൻഡ് ഇഫ് യു ക്യാൻ ടിയർ യുവർ ഐസ് എവേ ഫ്രം ദിസ് ഡിസ്പ്ലേ ആൻഡ് സർവേ ദ റെസ്റ്റ് ഓഫ് ദി ഗ്രൗണ്ട്, യു വിൽ നോട്ടീസ് ദാറ്റ് ഇൻ ദ എൻറ്റയർ എക്സ്പാൻസ് ദർ ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റോൺ മോണുമെൻറ്റ്. അവിടെ നല്ലോണം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ആ സെമെട്രി. അവിടെ ഒരൊറ്റ സിംഗിൾ സ്റ്റോൺ മോണുമെൻറ്റും ഇല്ലായിരുന്നു. ഇൻസ്റ്റെഡ് ഫ്ലവറിങ് ബുഷസ് ടേക്ക് റൂട്ട്. അവിടെയൊക്കെ എന്താണ്? ഫ്ലവറിങ് ബുഷസ് ആണ് ഉള്ളത്, അല്ലേ. ബ്ലൂമിങ് ഇൻ ദെയർ ഓൺ സീസൺസ് ഓൺ ദ ലിറ്റിൽ മോൺസ് ഡോട്ടിങ് ദ ലാൻഡ്സ്കേപ്പ്. കാരണം അവിടെ നിറച്ചും ലാൻഡീന ഈ ഫ്ലവേഴ്സ് കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവ സീസണിൽ ഇങ്ങനെ എല്ലാം അവിടെ സ്റ്റോണുകളില്ല, അല്ലേ. ഹിബിസ്കസ്, ചെമ്പരത്തി, ഗാർഡേനിയ, ബോട്ടിൽ ബുഷ്, കമേലിയ, ഒലിയാൻഡർ ആൻഡ് ക്രോട്ടൺ ബ്രുഷസ്, ഈ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെയാണ് അവിടെ. ഓൾ ഹാൾ ഹ്യൂസ് കംറൈസ് ദ വെറൈറ്റി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ആ ഒരു സെമെട്രിയിലുണ്ട്. ആൻഡ് അറ്റ് 1 or 2 spots you can see some
jacaranda trees trying to keep up with the others. A lone banyan and a few ashoka trees standing on the far edges also seems to be doing quite well. And if you observe carefully, you will be amazed to see that the entire terrain there is so far only one laburnum tree, but bedecked in its seasonal glory, standing tall over all the other plants, flourishing in perfect coexistence in an environment liberated from all human pretensions to immortality. So every May is something extraordinary. അങ്ങനെ ഈ ഒരു സെമെട്രിയിൽ മാത്രം ഹെഡ് സ്റ്റോൺസുകളില്ലാതെ കുറേ മരങ്ങളുണ്ട്. പക്ഷേ ഒന്ന് മാത്രമാണ് എന്തുള്ളത്, ലാബേണൻ ട്രീ ഉള്ളത് അല്ലേ. അശോക ഉണ്ട്, ജൊക്കാരണ്ട ട്രീസ് ഉണ്ട്, പിന്നെ അശോക ട്രീസ് ഉണ്ട്, പിന്നെ അതിൻ്റെ എഡ്ജസിലൊക്കെ ഇതെല്ലാം ഉണ്ട്. ആ യു കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി അമേസ്ഡ് ടു സീ ദാറ്റ് ഇൻ ദ എൻറ്റയർ ടെറൈൻ ദർ ഈസ് സോ ഫാർ ഓൺലി വൺ ലാബേണൻ ട്രീ ബെഡക്ഡ് ഇൻ ഇറ്റ്സ് സീസണൽ ഗ്ലോറി. ബെഡക്ഡ് മീൻസ് ഡെക്കറേറ്റഡ് എന്നാണ്. ബെഡക്ഡ് മീൻസ് ഡെക്കറേറ്റഡ്. ഈ ഒരു സീസണൽ ഗ്ലോറി ഉണ്ടാക്കുന്നത് ലാബേണം ഫ്ലവർ മാത്രമേ ഉള്ളൂ അല്ലേ. സ്റ്റാൻഡിങ് ടോൾ ഓവർ ഓൾ അതർ പ്ലാന്റ്സ്, എല്ലാത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പന്തലിച്ച് പൂ വിരിഞ്ഞ് മഞ്ഞ പൂക്കൾ വിരിഞ്ഞിട്ട് കിടക്കുകയാണ് ലാബേണൻ ട്രീ. ഫ്ലറിഷിങ് ഇൻ പെർഫെക്റ്റ് കോ എക്സിസ്റ്റൻസ് ഇൻ ആൻ എൻവയോൺമെൻറ്റ് ലിബറേറ്റഡ് ഫ്രം ഓൾ ഹ്യൂമൻ പ്രിറ്റൻഷൻസ് ടു ദ ഇമ്മോർട്ടാലിറ്റി. മനുഷ്യൻ്റെ എല്ലാ അഹങ്കാരത്തിനും എതിര് പിടിച്ചുകൊണ്ട് അല്ലേ മനുഷ്യന്മാർ ഈ ഹെഡ് സ്റ്റോണുകളും കാര്യങ്ങൾക്കൊക്കെ അവർ ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടി കൊത്തിവെക്കുന്ന ഇതിനൊക്കെ പകരം എന്നേക്കും മനുഷ്യരമായിട്ട് എല്ലാ സീസണിലും പൂക്കുന്ന ലാബേണൻ ട്രീ ആണ് നമ്മുടെ ലെൻറ്റീന കുഴിച്ചിട്ട് നട്ട് വളർത്തി അവളുടെ ഗ്രേവ് സൈറ്റിൻ്റെ മുകളിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ എവരി മെയ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. എന്തെങ്കിലും എല്ലാ മെയിലും അവിടെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ലാബേണൻ ട്രീസ് ഫ്ലവർ ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കാം. എവരി മെയ് her wish was granted when the laburnum tree in the cemetery. ഇതിൻ്റെ ഒരു മീനിങ് ആട്ടോ ഞാൻ പറയുന്നത്. എവരി മേ her wish was granted when the laburnum trees in the cemetery is covered with yellow flowers. If you look around, you can see that there is not a single concrete headstone in the new part of the cemetery. പുതിയതുണ്ടാക്കിയ സെമെട്രിയിൽ ഒരൊറ്റ കോൺക്രീറ്റ് ഹെഡ് സ്റ്റോൺ ഉണ്ടാക്കാൻ പോലും ലെൻറ്റീന അനുവദിച്ചിട്ടില്ല. അവിടെ ഒറ്റൊന്നുമില്ല അല്ലേ. ഇൻസ്റ്റെഡ് ഫ്ലവറിങ് ബുഷസ് വേർ പ്ലാന്റഡ് വിച്ച് ബ്ലൂംഡ് ഇൻ ദെയർ സീസൺസ് അല്ലേ. നിറയെ ഫ്ലവറിങ് ബുഷസ് ഉണ്ട്, അത് ഓരോ സീസണിലും പൂക്കൾ വിരിയാണ്. അതിലൂടെയാണ് അവർ ഇമ്മോർട്ടാലിറ്റി നിലനിർത്തുന്നത് അല്ലേ. അനശ്വരത അല്ലെങ്കിൽ ആ ഒരു ഇമ്മോർട്ടാലിറ്റി കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. Several types of flowers, hibiscus, gardenia, bottle bush, camellia, oleander, croton bushes of all colors. There are some jacaranda trees, a blonde banyan tree and a few ashoka trees. But there is only one laburnum tree. It was tall. It grew magnificently in an environment free from all pretensions to immortality. ആ ഒരു മനുഷ്യന്മാർ എല്ലാ പ്രൈഡിനൊക്കെ എതിരായിട്ട് അവർക്ക് മനുഷ്യന് കാണാനായിട്ട് ഈ ഹെഡ് സ്റ്റോൺസിനൊക്കെ കാശ് ചിലവാക്കി വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഈ മനുഷ്യന്മാർക്ക് കാണാനായിട്ട് ഈ ഫ്ലവർ ചെയ്തിരിക്കുന്ന ലാബേണൻ ട്രീസിനെയാണ് അവിടെ ആ ഒരു ന്യൂ സെമെട്രിയിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ഫൈനലി എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ഫൈനലി ദ ഡ്രീം ഓഫ് ലെൻറ്റിന കെയിം ടു ബി ട്രൂ. വെൻ ഷീ ഡൈഡ് ഷീ വാസ് ബറീഡ് ഇൻ ദ ബറിയൽ പ്ലോട്ട് ഷീ ഹാഡ് പർച്ചേസ്ഡ്. നിങ്ങൾക്കറിയാലോ ലെൻറ്റീന ഹെർസെൽഫ് പർച്ചേസ്ഡ് ഹർ പ്ലോട്ട് ഫോർ ഹർ ബറിയൽ അല്ലേ. ദ ഹെഡ് സ്റ്റോൺ വാസ് നോട്ട് ഇറക്റ്റഡ്. ഇൻസ്റ്റെഡ് ഷീ വാസ് ബറീഡ് അണ്ടർ ദ ലാബേണൻ ട്രീ ഷീ ഹാഡ് പ്ലാന്റഡ്. അതാണ് അവൾ പ്ലാന്റ് ചെയ്ത ലാബേണൻ ട്രീൻ്റെ അണ്ടറിലാണ് അവളെ എന്ത് ചെയ്യുന്നത്, ബറി ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും നോട്ട് ചെയ്യണം. ഫൈനലി ദ ഡ്രീം ഓഫ് ലെൻറ്റീന കെയിം ടു ബി ട്രൂ. വെൻ ഷീ ഡൈഡ് ഷീ വാസ് ബറീഡ് ഇൻ ദ ബറിയൽ പ്ലോട്ട് ഷീ ഹാഡ് പർച്ചേസ്ഡ്. ദ ഹെഡ് സ്റ്റോൺ വാസ് നോട്ട് ഇറക്റ്റഡ് ഇൻസ്റ്റെഡ്. പക്ഷെ എന്താ ഹെഡ് സ്റ്റോണിന് പകരം എന്താ ഉള്ളത്? ഇൻസ്റ്റെഡ് ഷീ വാസ് ബറീഡ് അണ്ടർ ദ ലാബേണൻ ട്രീ ഷീ ഹാഡ് പ്ലാന്റഡ്. ഇൻ എവരി മേ ദ ലാബേണൻ ട്രീസ് വാസ് കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ യെല്ലോ ഫ്ലവേഴ്സ്. ആ ഒരു സമയത്ത്
മെയ് ആവുന്ന സമയത്ത് ഇഷ്ടം പോലെ ലാബേണം യെല്ലോ ഫ്ലവേഴ്സ് അതിലുണ്ടാവും ചെയ്യുന്ന പറഞ്ഞത്. ഇൻ കോഴ്സ് ഓഫ് ടൈം several other trees grew there as well. Erecting headstones were prohibited. There was only one laburnum trees. കാരണം എന്താണ്, ഒറ്റ ഹെഡ് സ്റ്റോൺസ് ഉണ്ടാവണ്ട എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു കൊട പോലെ ലാബേണം എല്ലാ മേലും പൂക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ എന്തൊക്കെയാണ് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? എന്തിനെക്കുറിച്ചായിരിക്കും ഈ ഒരു സ്റ്റോറി അല്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ സ്റ്റോറി? ദർ ആർ സെവറൽ ഇൻ്റർപ്രിട്ടേഷൻ ഫോർ ദ സ്റ്റോറി. സെവറൽ റീഡേഴ്സ് ഇൻ്റർപ്രറ്റഡ് സെവറൽ അല്ലേ? ദർ ആർ സെവറൽ ഇൻ്റർപ്രിട്ടേഷൻ ഫ്രം സെവറൽ റീഡേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ ആണ് ഉണ്ടാവുക എന്നുള്ളത്. സെവറൽ ഇൻ്റർപ്രിട്ടേഷൻസ് ആർ ദർ അബൌട്ട് ദ സ്റ്റോറി. സം റീഡേഴ്സ് സേ ദാറ്റ് ദ സ്റ്റോറി ഈസ് അബൌട്ട് ആൻ ഓൾഡ് ഏജ് ആൻഡ് ഇറ്റ്സ് ആസ്പിരേഷൻസ് ആൻഡ് ഡിസയേഴ്സ്. ചിലരൊക്കെ പറയും ഈ ഒരു കഥ ഓൾഡ് ഏജിനെ കുറിച്ചിട്ടും അവർക്കുണ്ടാവുന്ന ആസ്പിരേഷൻസിനെ കുറിച്ചിട്ടും ആണ് എന്ന് ചിലർ പറയും അല്ലേ? പക്ഷേ ആക്ച്വലി എന്താണ് ഈ ഒരു കഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ അല്ല, നമുക്കൊരു 2-3 റീഡേഴ്സിന് ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ തീരുമാനിക്കാം എന്നാണ് കേട്ടോ. സം റീഡേഴ്സ് ആർ ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ദ സ്റ്റോറി ഈസ് അബൌട്ട് പെർസീവറൻസ്. പെർസീവറൻസ് മീൻസ് കണ്ടിന്യൂസ് എഫേർട്ട്. കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലൈഫ് ബാക്കി ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ. അപ്പോൾ ചിലർ സം ഓഫ് ദ റീഡേഴ്സ് സേ ദാറ്റ് ദ സ്റ്റോറി ഈസ് അബൌട്ട് ഓൾഡ് ഏജ് ആൻഡ് ഇറ്റ്സ് ഇൻ്റർപ്രിട്ടേഷൻസ് and desires. Some readers are of the opinion that the story is about perseverance, the mind to work continuously. അതാണ് perseverance പറഞ്ഞാൽ. കണ്ടിന്യൂസ് എഫേർട്ട് എടുത്താൽ till we achieve something. എന്തെങ്കിലും നേടുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതുവരെ നമുക്ക് ലൈഫ് ബാക്കി ഉണ്ടാവുന്നു. ഇപ്പോൾ ലെൻറ്റീന ആ ഒരു മരം വളരുന്ന വരെ അവളുടെ ആരോഗ്യനില നിൽക്കാൻ കാരണം അവളുടെ ആ കണ്ടിന്യൂസ് എഫേർട്ടും അതുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടാവല്ലേ. നമ്മൾ എവിടേക്കെങ്കിലും പോകാനുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എത്ര അസുഖം ഉണ്ടെങ്കിലും ഒരു സുഖം അല്ലേ, ആരോഗ്യത്തിനൊന്നുമില്ല എന്നൊക്കെ തോന്നി നമുക്ക് എണീറ്റ് പോകാൻ തോന്നും. അതുപോലുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുണ്ടാവുമ്പോഴുള്ള ആ ഒരു മൈൻഡിൻ്റെ ഒരു കോൺഫിഡൻസ്. പിന്നെ സം റീഡേഴ്സ് സേ ദാറ്റ് ദ സ്റ്റോറി ഈസ് അബൌട്ട് ദ നീഡ് ഓഫ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. ചിലർ പറയും എൻവയോൺമെൻറ്റിനെ എന്താണ് പ്രിസർവ് ചെയ്യാണ് ഈ സ്റ്റോറിയിലൂടെ ഉദ്ദേശിച്ചതെന്ന്. അബൌട്ട് ഗ്രോയിങ് ട്രീസ് റാദർ ദാൻ ഇറക്റ്റിംഗ് കോൺക്രീറ്റ് സ്റ്റോൺസ്. കോൺക്രീറ്റ് സ്റ്റോൺസ് ഉണ്ടാക്കുന്നതിനെ എന്താ ചെയ്യുക, നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് മരങ്ങൾ ഉണ്ടാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വൺ സ്റ്റോറി ആൻഡ് സെവറൽ ഇൻ്റർപ്രിട്ടേഷൻസ്. ഒരു സ്റ്റോറിക്ക് തന്നെ സെവറൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവാം. പക്ഷേ എന്താണ് ഏത് കൊടുക്കുക അല്ലേ? എനിത്തിങ് ക്യാൻ ബി ദ മീനിങ് ഓഫ് ഇറ്റ്. ഇറ്റ് ഈസ് ദ റീഡേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദെയർ മീനിങ്. റീഡേഴ്സിന് തീരുമാനിക്കുക. അപ്പോൾ എന്തൊക്കെ ഇൻ്റർപ്രിട്ടേഷനാണ്? ഒന്ന്, ഇറ്റ് ഈസ് അബൌട്ട് ദി ഓൾഡ് ഏജ് ആൻഡ് ഇറ്റ്സ് ആസ്പിരേഷൻസ് ആൻഡ് ഡിസയേഴ്സ്. രണ്ടാമത്തത് സെക്കൻഡ്ലി ഇറ്റ് ഈസ് ദ ലേഡീസ് പെർസീവറൻസ് ദാറ്റ് മീൻസ് ദ മൈൻഡ് ടു വർക്ക് കണ്ടിന്യൂസ്ലി ഫോർ അച്ചീവിങ് സംതിങ്. സം ഓഫ് ദം സേസ് ദാറ്റ് ഇറ്റ് ഈസ് അബൌട്ട് ദ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. Environmental conservation means growing trees is better than erecting concrete monuments. This is all about the story. Readers can determine which one you can choose your own അല്ലേ? റീഡേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഏതാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളത് ഒക്കെ നമ്മുടെ ഓതർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.